എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഒരു 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേഗം വഴണ്ടി വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ചിക്കനും അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും ഒരു നേന്ത്രക്കായ ചേർത്തിട്ടുള്ള ഒരു ചാറുള്ളൊരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറച്ച് നന്നായി ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് കുറച്ച് ഇത്രയധികം ഒരു കുക്കിംഗ് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 3/4 പരുവെത്തുമ്പോൾ ചേർത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് കളറ് മാറി വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ സവോളയും നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടാവും. സവോള നല്ല ബ്രൗൺ കളറായിട്ട് വഴണ്ട് വരുമ്പോൾ മാത്രമേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ഭംഗിയുള്ളൊരു കളറ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റ് കളറ് മാത്രമല്ല, ടേസ്റ്റിൽ ഒരു മധുരരസം കൂടി വരും. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയത് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ചേർക്കുന്നത് ചിക്കൻ്റെ ഫ്ലേവറിന് നല്ല മാച്ചിങ് ആണ്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ ചേർത്ത് പുരട്ടിയതിന് ശേഷം കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ അപ്പുറത്ത് ഓഫാക്കിയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സ്ലൈസായിട്ട് ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ അരച്ച പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പെരുംജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം അത് ആ എണ്ണയിൽ കിടന്ന് പൊട്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അല്ലാന്നുള്ളവർക്ക് നമുക്ക് പെരുംജീരകം വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് അതിന്. ഇനി നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് വല്ലാതെ ഇങ്ങനെ മൂത്ത് ബ്രൗൺ കളറാവുമെന്ന് വേണ്ട, അതങ്ങനെ സോഫ്റ്റായിട്ട് കിടക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. ഗ്രേവിയിൽ കിടന്ന് കുക്കാവുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു മുറി തേങ്ങയുടെ ഒരു ചെറിയ പീസ് തേങ്ങ എടുത്തിട്ടാണ് ഇങ്ങനെ കൊത്താക്കി ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ തക്കാളിയാണ് നീളത്തിലരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല റെഡ് കളറാവും. കറിക്ക് നല്ല ചുവപ്പ് കളർ കിട്ടും. ഇതാണെങ്കിൽ നല്ല കളറുള്ള തക്കാളിയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് ഈ സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഇട്ട ഈ വെജിറ്റബിൾസിനൊക്കെ ആയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത്ര തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലായാലും കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് കായും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഉപ്പ് ഇനിയും ആവശ്യമുണ്ടാവും. എന്നാലും കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഏകദേശം ചെറിയ പീസസ് ആയിട്ടാണ് ചേർക്കണത്. കാരണം ഇത് നമ്മൾ കുറേ അധികം നേരമൊന്നും കുക്ക് ചെയ്യണില്ല. ജസ്റ്റ് ആ ചൂടിൽ കിടന്ന് വാടി വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. കുറേ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്റ്റീമിലിട്ടിട്ട് വേവിക്കുന്നത്. കായ ആയാലും നമ്മൾ 4 മുറി ഉപ്പേരിക്കൊക്കെ വറക്കണ പോലെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കട്ടിങ് കൊടുത്ത് ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കായ്ക്കായാലും ഉരുളക്കിഴങ്ങിനായാലും വലിയ അധികം സമയം വേവൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇളക്കി വഴറ്റി ജസ്റ്റ് ഇത്തിരി വെള്ളം ചേർത്തൊന്ന് ചെറുതായിട്ട് തീ കുറച്ചിട്ടിട്ട് അടച്ചിട്ട് ആ സ്റ്റീമിൽ വേവിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും അതിലുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിലും അത്യാവശ്യം ഉപ്പുണ്ടായിരിക്കും. ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ചാൽ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തതാണ്. കാരണം അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കാര്യങ്ങൾ അതിൻ്റെ അംശമൊക്കെ ഉണ്ട്.
അപ്പോൾ അതിലാണ് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങനെ ചുറ്റിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ചാറ് മതി ഇതിലുള്ള ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വേവാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ പൊടികളിട്ടു, മസാലകളിട്ടു, അതുപോലെ തന്നെ വഴറ്റിയിട്ടുള്ള സംഭവങ്ങളെല്ലാതും ഉണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചിടുക. അതങ്ങനെ ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് തുറന്ന് ഇളക്കി നോക്കണം. കാരണം നമ്മുടെ കായം അതിലേക്കൊക്കെ വേവാൻ ആവശ്യമുള്ള വെള്ളമില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ടെന്ന് കണ്ടാൽ നമുക്ക് കുക്കർ തുറന്നിട്ട് അതിലുള്ള ചിക്കനും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ എന്തായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിക്കനിലത്തെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ ചുവയും എല്ലാം കൂടി ബാക്കി വേവുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുക്കറൊക്കെ വിസിലൊക്കെ പോയി ചൂടൊക്കെ ആറി നമ്മൾ തുറക്കാനുള്ള പരിപാടി. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടല്ല ഈ ഒരു ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തത്. പക്ഷെ അത് വെന്തപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കറിക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ചിരിക്കും. പക്ഷേ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ അതെല്ലാം കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. കാരണം നന്നായിട്ട് വെന്തിട്ടിരിക്കുന്ന ചിക്കനാണല്ലോ. കുറേ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അതിങ്ങനെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ അടച്ചിട്ടിട്ട് വേവിക്കുക. ഇപ്പോൾ ആ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ചിക്കൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കൻ പീസുകൾ ഓൾറെഡി നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചാറിൽ കിടന്നിട്ട് എല്ലാതും ഒന്നൊരു യോജിപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ തക്കാളിയുടെയും സവാളയുടെയൊക്കെ കളർ ഇറങ്ങിയിട്ട് കറിക്കും നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ പല സ്റ്റെപ്പായിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പോരായുണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി മുളക് പോരായുണ്ടെങ്കിൽ ഇനി മുളക് പൊടിയായിട്ട് ചേർക്കണ്ട. മുളക് പോരായുണ്ടെങ്കിൽ കുരുമുളക് പൊടി മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇപ്പോൾ നോക്കിയപ്പോൾ ചാറും പാകത്തിനായിട്ടുണ്ട്. അതുപോലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. പക്ഷെ നമ്മളൊരു കുറച്ചും കൂടി ഒരു കൂടുതൽ ചാറുണ്ടെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ചാറ് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ചൊന്ന് തണുക്കുമ്പോൾ അതിൻ്റെ ചാറൊന്ന് കുറുകും. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് വഴറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് അങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം എണ്ണയിൽ വഴറ്റിയ സമയത്താണ് അതൊന്ന് എടുത്തു വെച്ചത്. അപ്പോൾ ഗ്രേവിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിയുടെ ഫ്ലേവറൊക്കെ അങ്ങ് പിടിച്ചോളും. അതുപോലെ ഉപ്പുമുളകൊക്കെ എല്ലാം പിടിച്ചോളൂ കേട്ടോ. നമ്മൾ നന്നായിട്ട് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തിരുമ്മിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പില ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ചൂടിലെ ഗ്രേവിയുടെ ഒരു ചൂടിൽ കിടന്നിട്ട് കറിവേപ്പില ഒന്ന് വാടിക്കോളും. അതിൻ്റെ ആ ഫ്രഷ് സ്മെല്ലും കറിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു 5-6 ഇല കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി മുഴുവനായിട്ടും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്തപ്പോൾ പാകത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. ബൈ.